ഞാനൊരു കഥ പറയാം. സംഭവം നടക്കുന്നത് ഒരു 3 വർഷം മുന്നേ. നമ്മുടെ കാരപ്പറമ്പ് സിഗ്നലല്ലേ, കാരപ്പറമ്പ് സിഗ്നലിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ഏത് 3 വർഷം മുന്നേ. അതിൻ്റെ കഥയാണ്. ഒരു 27 വയസ്സുള്ള ഒരു പെണ്ണുങ്ങൾ മരിച്ചു. കഥയിലേക്ക് ഞാൻ വരാം. അപ്പോൾ 3 വർഷം മുന്നേ, കൃത്യമായിട്ട് പറഞ്ഞാൽ 2020 സെപ്റ്റംബർ 3 രാത്രി ഒരു 10:45 എൻ്റെ ഭാര്യയ്ക്ക് മീനാക്ഷിക്ക് എൻ്റെ മീനുട്ടിക്ക് ഒരു ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹം. പിന്നെ അവളുടെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ബൈക്കും എടുത്ത് ഓളെയും പുറകിലിരുത്തി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാരപ്പറമ്പ് സിഗ്നലിൽ അപ്പം പച്ചയായിരുന്നു. പച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, നമുക്ക് മുന്നോട്ടേക്ക് പോവാം. പക്ഷെ ബാക്കിയുള്ളിടത്തൊക്കെ റെഡും ആയിരുന്നു, ചോപ്പേ. ഞങ്ങളെടുത്ത് പോയി ഒരു വെള്ള വർണ്ണ TN 22 BL 5433 വന്ന് ഇടിച്ച് തെറിപ്പിച്ച് ഞങ്ങളെ. എൻ്റെ ISI ലോഗോ ഒക്കെ ഉള്ള ഹെൽമെറ്റ് പൊട്ടി. ഞാൻ ആദ്യം നോക്കിയത് മീനൂട്ടിനെയാണ്. അവളവിടെ കിടക്കുന്നുണ്ടായിരുന്നു. മുഖത്തൊരു ചെറിയ ചിരി ഉണ്ടായിരുന്നു. ഞാൻ കരുതിയ വീണതിൻ്റെ പേരിൽ അവൾ ചിരിക്കാൻ പോവുകയാണെന്ന്. പക്ഷെ അവള് ചിരിക്കാൻ പോയതായിരുന്നില്ല. അവളങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ട് കണ്ണും തുറന്ന് കിടക്കുകയായിരുന്നു. ഞാൻ പിന്നെ നോക്കിയത് ആ കാറിലേക്കാണ്. ആ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കാൻ പോലും കൂട്ടാക്കാതെ എടുത്തോണ്ട് പോയി. അത് കഴിഞ്ഞ് 45 മിനിറ്റാണ് ഞങ്ങൾ അവിടെ കിടന്നത്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ അവിടെ നിർത്തി എന്നെ എണീപ്പിച്ചിരുത്തി. എനിക്ക് ഒന്ന് കരയാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞങ്ങനെ തരിച്ചിരിക്കുകയായിരുന്നു. അവളെടുത്ത് കൊണ്ടുപോകാൻ പോലുള്ള ആരോഗ്യം എനിക്കില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്യുക? എൻ്റെ തലയുടെ അകത്ത് കൂടി ആ വെള്ള വർണ്ണ TNBL നമ്പർ എന്തായിരുന്നു, TN 22 BL 5433 അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ആൾക്കാർ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സ്പീഡ് കാരണമാത്രേ. എൻ്റെ സ്പീഡ് കാരനെ. മീനുട്ടിക്ക് സ്പീഡ് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സ്പീഡ് പേടിയാണ്. 50-ന് മേലേക്ക് ഞാൻ ഓടിക്കാറില്ല. ആംബുലൻസ് വരാൻ പിന്നെയും എടുത്തു 30 മിനിറ്റ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പം പറഞ്ഞതെന്താ അറിയോ, ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും എത്തിക്കായിരുന്നു എന്ന്. അപ്പോൾ അവൾ മരിച്ചിട്ടില്ലായിരുന്നു, ഉള്ളിൽ ലേശം ജീവനുണ്ടായിരുന്നു. അതെനിക്കറിയില്ലല്ലോ. എനിക്കെടുത്ത് കൊണ്ടുപോകാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ. ബോധം വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് ആ വണ്ടി ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു.
അതൊക്കെ സിമ്പിളല്ലേ ഇപ്പോൾ കണ്ടുപിടിക്കാൻ. ഭയങ്കര ടെക്നോളജിക്കൽ വേൾഡല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഭയങ്കര സിമ്പിളായിരുന്നു. ഇടത്തെ കാലിലെ തുടയിൽ ഇപ്പോഴും ഒരു വലിയ കമ്പിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റില്ല. ആ ഓടിച്ചവനെ വണ്ടി അപ്പോഴേക്കും നോർത്ത് ഇന്ത്യയിൽ എത്തിച്ചു. വണ്ടിയല്ലല്ലോ എനിക്ക് വേണ്ടത്, ആ വണ്ടി ഓടിച്ചവനല്ലേ. ഞാൻ കാത്തിരുന്നു, വന്നല്ലേ പറ്റും. തമിഴ്നാട് രജിസ്ട്രേഷൻ ആണെങ്കിലും അവൻ താമസിക്കുന്ന ഇവിടെ തന്നെയാണ്, ഇവിടെ കോഴിക്കോട്. ഇന്നലെ അവൻ തിരിച്ചെത്തി. ഇപ്പം എനിക്ക് ലേശം നടക്കാനൊക്കെ പറ്റും കേട്ടോ. ഇന്നലെ അവൻ തിരിച്ചെത്തി. ഞാൻ കണ്ടു, പക്ഷെ അവൻ എന്നെ മനസ്സിലായില്ല. പാളയത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ്ടേ എന്തോ മരുന്ന് മേടിക്കാൻ വന്നോ അവൻ്റെ അമ്മയ്ക്ക്. പകുതി തമിഴനാ. எனக்கும் தமிழ் தெரியும்ல, நானும் கொஞ்ச நாள் வெளியில் இருந்தேன்ல, அதனால் தமிழில் കുറച്ചൊക്കെ സംസാരിച്ച് ഞാൻ സമാളിച്ച്. അവനടുത്ത് ഞാൻ ചോദിച്ചു 3 വർഷം നടന്ന കാര്യം, 3 വർഷം മുൻപേ നടന്ന കാര്യം ഓർമ്മയുണ്ടോന്ന്. എൻ്റെ കണ്ണിലൊരു മാറ്റം ഞാൻ കണ്ടു. അങ്ങനെ മറക്കാൻ പറ്റുമോ? 2 ജീവനല്ലേ അവൻ ഇല്ലാണ്ടാക്കിയത്. ഞാൻ ചത്തിട്ടില്ല. 2 ജീവൻ എന്ന് പറഞ്ഞത് എൻ്റെ പെണ്ണ് പ്രഗ്നൻ്റ് ആയിരുന്നു. അധികമൊന്നുമില്ല, 3 മാസം. 3 മാസം പ്രഗ്നൻ്റ്. പക്ഷെ ഉള്ളിലൊരു ജീവനില്ലേ. കാത്തിരുന്ന് കിട്ടിയതായിരുന്നേ. അവസാനം പോയപ്പോൾ 2 കൂടി ഒരുമിച്ച് പോയി. അവനെ കിട്ടിയ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിലൊരു കത്തി വെച്ചിരുന്നു. അപ്പോൾ ഈ പോലീസിൻ്റെ മുന്നിൽ നേരിട്ട് വന്ന് കീഴടങ്ങിയിട്ട് ഈ സിനിമ സ്റ്റൈലിൽ എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഈ വീഡിയോ. പൂവട്ടുപറമ്പിൽ സുനിത ബേക്കറി ഉണ്ട്. അതിൻ്റെ മുന്നിൽ കൂടി ഒരു കുഞ്ഞ് ഇടവഴിയുണ്ട്. കാറൊന്നും കയറില്ല, ഒരു ബൈക്ക് പോവും, അത്ര തന്നെ. നേരെ വരികയാണെങ്കിൽ ഒരു പച്ച ഗേറ്റ് ഉണ്ടാവും, പുളിക്കൽ ഹൗസ്. ഞാൻ വിനോദ്, ഞാനവിടെ ഉണ്ട്. പിന്നെ ആ തമിഴൻ ചെക്കൻ, അവൻ ഫ്രിഡ്ജിൻ്റെ അകത്തുണ്ട്, പീസായിട്ടാ. അതുകൊണ്ട് അവൻ്റെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ട് ആർക്കൊക്കെ ഏതൊക്കെ പീസാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് എടുത്തോളം പറഞ്ഞേക്ക്. ഞാൻ ഇവിടെ ഉണ്ടാവും, വന്നേക്ക്. വന്നോ. ഓവർ സ്പീഡ് കാരണം ഭാര്യനെ കൊന്നു എന്ന് നാട്ടുകാർ പറയുന്നു എന്നെ. ഇനി പറ, ഇനി ഞാൻ കൊന്നു എന്നല്ലേ പറ. ഞാൻ കൊന്നു. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. ഇപ്പോഴാണ് ഞാൻ കൊലയാളിയായത്. ആയി വാ. വാ സാറേ, സാർമാരെല്ലാവരും കൂടി വാ. ഞാൻ എന്താ ഇവിടെ ഉണ്ടോ. ബുക്കിൻ്റെ അവസാനത്തെ 12 പേജ് കൂടി ബാക്കിയുണ്ട്. ഇത് കിട്ടിയ ഉടനെ വന്നേക്ക് 12 പേജ് തീർക്കുന്നതിന് മുന്നേ വരണേ.